ഡീ ദച്ചു. ലച്ചു വീണ്ടും അവളെ തട്ടി വിളിച്ചു. യുവമാർക്ക് രണ്ടിനും ഭ്രാന്താണോടി? അതെൻ്റെ കാശിയേട്ടനല്ല, എൻ്റെ കാശിയേട്ടൻ അങ്ങനെ അല്ല. ദച്ചു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു ആണെങ്കിൽ ഇവളെന്ത് തേങ്ങയായി പറയുന്നത് എന്നുള്ള രീതിയിൽ അവളെ നോക്കി. എടി ദച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? ആ കാലൻ എന്നെ ഉമ്മിച്ചെടി. ദച്ചു അവളെ നോക്കി പറഞ്ഞു. അതപ്പോ രുദ്രേട്ടനോ? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. പോടി, സ്വപ്നമൊന്നുമല്ല, സത്യം പരമാർത്ഥം. കാശിയേട്ടന് നിനക്ക് തന്നതുപോലെയൊന്നും അല്ലടി. ആ പട്ടി എന്നെ ഫ്രഞ്ച് കിസ്സാടി ചെയ്തത്, ഫ്രഞ്ച് കിസ്. അത് പറഞ്ഞ് ദച്ച് കട്ടിലേക്കിരുന്നു. ഇതൊക്കെ എപ്പോ? എന്നിട്ട് നീ ഇന്നലെ പറഞ്ഞില്ലല്ലോ? ലച്ചു വിഷമത്തോടെ പറഞ്ഞു. പിന്നെ ഓർത്തോണ്ടിരിക്കാൻ പറ്റിയ കാര്യമല്ലേ ആ നാരിയുടെ കിസ്. ദച്ചു അവളോട് ചൂടായി. രുദ്രേട്ടൻ കിസ് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അതും നിന്നെ, അവളുടെ ഒരു കൊദ്രേട്ടൻ. എടി ദച്ചു, അപ്പോൾ രുദ്രേട്ടന് നിന്നോട് ഇഷ്ടമുണ്ടോ? ഇനി അതാണോ? അത് ഇഷ്ടവും കുന്തമൊന്നുമല്ല, വാശിയാ. വാശിക്ക് അയാൾ എന്നെ കിസ് ചെയ്തത്. അവൾ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് ലച്ചു തലയെ കൈവച്ചു. അപ്പോൾ കാശിയേട്ടന് നിന്നെ ഇഷ്ടമാണോ? അതാണോ ഇനി നിന്നെ കിസ് ചെയ്തേ? ലച്ചു സംശയത്തോടെ അവളോട് തിരികെ ചോദിച്ചു. അറിയില്ല. നിനക്ക് കാശിയേട്ടനോട് അങ്ങനെ എന്തേലും ഉണ്ടോ? ദച്ചു വീണ്ടും ചോദിച്ചു. അറിയില്ല ദച്ചൂട്ടാ, എനിക്ക് അറിയില്ല. പക്ഷെ കാശിയേട്ടനെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാ. പേടിയാണോ പ്രണയമാണോ എന്ന് നിർവചിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. എനിക്ക് വേറെ ആരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ലച്ചു വിഷമത്തോടെ പറഞ്ഞതും ദച്ചുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കള്ളക്കാമുകൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാലും ഇതെങ്ങനെ അവരറിഞ്ഞെന്നാ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നതേ ഇല്ലല്ലോ. ലച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു. അതാ ആ കാലനോട് ചോദിക്കാന്ന് വെച്ചാ അങ്ങേരുടെ ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി അടിയാകത്തതേ ഉള്ളൂ. ശരിയാ, വേണ്ട, രുദ്രേട്ടൻ നിന്നെ ഭിത്തിയിലൊട്ടിക്കും. ലച്ചു ചിരിയോടെ പറഞ്ഞതും ദച്ചുവളെ കൂർപ്പിച്ചു നോക്കി. എന്തായാലും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായല്ലോ. നിന്നെ രുദ്രേട്ടൻ കട്ടിലിൽ കിടത്തിയില്ലേ? ഇനി നിനക്ക് സുഖമായിട്ട് ഉറങ്ങാലോ. ലച്ചു ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ വെറുതെ വിടുന്നത്. ദച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചുവും അവളുടെ ഒപ്പം ചിരിച്ചു. ഓഫീസിലെ ചെയറിൽ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കാശി. രുദ്രൻ പറഞ്ഞിട്ടാ സത്യം അറിയാൻ അവളുടെ വീട്ടിൽ പോയത്. അമ്മ അറിയാതെ ഇരിക്കാനാ അവളുടെ മുറിയിൽ പോയി ചോദിക്കാമെന്ന് കരുതിയത്. എന്നെ അടുത്ത് കണ്ടപ്പോൾ മുതൽ അവൾ വിയർക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങളും എൻ്റെ നിയന്ത്രണത്തെ തെറ്റിച്ചു. എൻ്റെ കണ്ണുകളും കൈകളും അവളുടെ ശരീരത്തിൽ ഓടി നടന്നു. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ടത് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവളെ ഒരു തവണയെങ്കിലും ചുംബിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് നെറ്റിയിൽ ചുംബിച്ചത്. പെണ്ണ് കണ്ണും തള്ളി അന്തം വിട്ട് നോക്കുന്ന കണ്ടപ്പോൾ ചിരിയാ വന്നത്. ഇറങ്ങിപ്പോയില്ലെങ്കിൽ വേറെ പലതും ചെയ്തു പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോഴേ അവിടെ നിന്നും ഇറങ്ങിയത്. കാശി ഓരോന്നും ഓർത്ത് ചിരിച്ചുകൊണ്ടിരുന്നതും ഡോറ് തുറന്ന് രുദ്രൻ കയറി വന്നു. എന്താണ് മോനെ കാശി, പതിവില്ലാത്തൊരു കള്ളച്ചിരിയൊക്കെ? രുദ്രൻ കസേരയിലിരുന്നു കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്താടാ, നീ എന്നെ കളിയാക്കുവാണോ? എടാ, ചുമ്മാ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അവളോട് തുറന്നു പറയാൻ നോക്ക്. രുദ്രൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വേണ്ടടാ, അവൾ പഠിക്കുമല്ലേ. ചുമ്മാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കയറ്റി വെച്ചാൽ പിന്നെ പഠിക്കില്ല. അതുമാത്രമല്ല, ചാഞ്ചാടി നിൽക്കുന്ന മനസ്സാണ് അവൾക്കിപ്പോൾ. അവൾക്കും എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നൊക്കെ ഒന്നറിയട്ടെ, എന്നിട്ട് പതുക്കെ പറയാം. കാശി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഇനിയിപ്പോൾ നിന്നോട് അങ്ങനെയൊന്നും അവൾക്ക് ഇല്ലെങ്കിലോ? അതിന് കാശി ഒന്ന് ചിരിച്ചതേയുള്ളൂ. എന്താടാ ചിരിക്കുന്നേ? അവൾക്ക് എന്നോടൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ എനിക്കറിയാം. കാശി ചിരിയോടെ പറഞ്ഞു. അവൾ അതിനു മുൻപേ വേറെ വല്ല പ്രേമത്തിലും ചെന്ന് വീണാലോ? രുദ്രൻ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു. അതെന്തായാലും ഉണ്ടാകില്ല, എനിക്കുറപ്പാ. അതെന്താ നിനക്കിത്ര ഉറപ്പ്? അവൾക്ക് അവളുടെ അമ്മയും അച്ഛനെയും പേടിയില്ല. പക്ഷേ ഈ ലോകത്ത് അവൾ പേടിക്കുന്ന ഒരേ ഒരാൾ അത് ഞാനാ. ഞാനൊന്ന് നോക്കി അവൾ വിറയ്ക്കും. അതുകൊണ്ട് എന്നെ പേടിച്ച് അവൾ പ്രേമത്തിലൊന്നും പോയി ചാടില്ല. കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രനും അതിനൊന്ന് പുഞ്ചിരിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. സൂര്യയ്ക്ക് 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ലച്ചുവിനും ദച്ചുവിനും അവനെ കൊണ്ട് കോളേജിൽ ശല്യമൊന്നും ഉണ്ടായില്ല. പിള്ളേരൊക്കെ പറയുന്നത് നമ്മുടെ പിള്ളേർ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതാണെന്നാ. ദച്ചുവിനും ലച്ചുവിനും അത് കേട്ട് ചിരി വന്നെങ്കിലും അവർ തിരുത്താൻ പോയില്ല. എങ്കിലും ലച്ചുവിൻ്റെ മനസ്സിൽ അത് കാശിയും രുദ്രനും കൊടുത്ത പണിയാണോന്ന് സംശയമുണ്ടായിരുന്നു. ദച്ചുവിനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ പറയാനും പോയില്ല. ദച്ചുവും ലച്ചുവും പഴയതുപോലെ തന്നെ ക്ലാസ്സിൽ വല്ലപ്പോഴും മാത്രം ഒന്ന് പോയി നോക്കും. ബാക്കിയുള്ള സമയം മുഴുവൻ കോളേജിൽ കറങ്ങിയടിച്ച് നടക്കും. ആ സംഭവത്തിന് ശേഷം പ്രിൻസിയും അവരെ ചൊറിയാൻ പോയിട്ടില്ല. അവർക്കും ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ദച്ചുവും രുദ്രനും ഒരു മുറിയിൽ തന്നെയാണെങ്കിലും പരസ്പരം മിണ്ടില്ല. ദച്ചു ഉറങ്ങിയിട്ട് മാത്രമേ രുദ്രൻ
മുറിക്കുള്ളിലേക്ക് വരികയുള്ളൂ. അതുവരെ അവൻ കാശിയുടെ മുറിയിൽ പോയിരിക്കും. രാവിലെ ദച്ചു എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ അവൻ ഓഫീസിലും പോകും. അവധി ദിവസങ്ങളിൽ മിക്കവാറും ദച്ചു ലച്ചുവിൻ്റെ കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കും. ഒരു ദിവസം വൈകിട്ട് നേരത്തെ രുദ്രൻ ഓഫീസിൽ നിന്നും വന്നു. അവൻ വന്നപ്പോൾ ദച്ചു കുളിക്കുകയായിരുന്നു. അവൻ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ദച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. അവൻ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ശ്രദ്ധിക്കാൻ പോയില്ല. രണ്ടാമതും റിങ് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്ത് നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. സച്ചിൻ ചേട്ടൻ എന്ന് സേവ് ചെയ്ത് 2 ലവ് സ്മൈലിയും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതും രുദ്രൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവളുടെ ഫോൺ അവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. അവൻ ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. ദച്ചു. അപ്പുറത്ത് നിന്ന് പാലും തേനും ചേർത്ത് അവൻ വിളിച്ചു. രുദ്രൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും ചെയ്തു. ഹലോ ദച്ചു, എന്താ ഒന്നും മിണ്ടാത്തേ? രുദ്രൻ ഓഫീസിൽ നിന്ന് വന്നോ? അവൻ വീണ്ടും ചോദിച്ചതും രുദ്രൻ ഫോൺ എടുത്ത് ദേഷ്യത്തോടെ എറിഞ്ഞു. രുദ്രൻ എറിഞ്ഞ ഫോൺ ചെന്ന് വീണത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഫോൺ വീണതും ദച്ചു കതക് തുറന്ന് ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. തൻ്റെ മുൻപിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന അവളുടെ ഫോണിലും രുദ്രൻ്റെ മുഖത്തേക്കും അവൾ നോക്കി. കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ നോക്കുന്ന രുദ്രനെ കണ്ട് അവൾക്ക് ചെറിയ പേടി തോന്നിയെങ്കിലും അവൻ്റെ മുൻപിൽ തോറ്റുകൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ ഇറങ്ങി പൊട്ടിച്ചിതറി കിടക്കുന്ന ഫോണിൻ്റെ പാർട്സ് കൂട്ടിപ്പെറുക്കിയെടുത്തു. ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താടോ ഇത്? അവൾ അത് അവൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു. ദേഷ്യത്തോടെയുള്ള നോട്ടമായിരുന്നു അവൻ്റെ മറുപടി. എന്താടോ, തൻ്റെ നാവിറങ്ങിപ്പോയോ? എന്താണിത്? എന്തിനാ താൻ എൻ്റെ ഫോൺ പൊട്ടിച്ചേ? അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. അവൻ കൈകെട്ടി നിന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. തൻ്റെ സൗകര്യത്തിനെടുത്തെറിഞ്ഞ് കളിക്കാനുള്ളതല്ല ഈ ഫോൺ. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങിത്തന്ന മൊബൈലായത്, അല്ലാതെ താൻ വാങ്ങിത്തന്നൊന്നും അല്ലല്ലോ. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതിനവൻ പുച്ഛത്തോടെ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്താടോ ചിരിക്കുന്നേ? തനിക്കെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെൻ്റെ ഫോണിനോടല്ല കാണിക്കേണ്ടത്. അതെങ്ങനെയാ? പൈസയുടെ മുകളിൽ കിടന്ന് വളർന്ന നിങ്ങൾക്കൊന്നും അതിൻ്റെ വില അറിയില്ല. ഡി, കൂടുതൽ കിടന്ന് ചെറിയല്ലേ എൻ്റെ അടുത്ത്. അവനും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാകും എന്ന് കരുതി ഭർത്താവിൻ്റെ അധികാരവും അവകാശവും എന്നിൽ സ്ഥാപിക്കാൻ താൻ നോക്കരുത്. എനിക്ക് തന്നോട് വെറുപ്പ് മാത്രമുള്ളത്, വെറുപ്പ് മാത്രം. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. നിർത്തടി. ആരെ കണ്ടിട്ടാടി നീ കിടന്ന് നെകളിക്കുന്നത്? നിന്റെ മറ്റവനെ കണ്ടോ? അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്താ പറഞ്ഞേ? താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന്? ഒരു നിമിഷം അവൻ പറയുന്നത് കേട്ട് അവൾ തറഞ്ഞു നിന്നെങ്കിലും ബോധം വീണ്ടെടുത്ത് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ താലിയും കഴുത്തിലിട്ടോണ്ട് ആ സച്ചിനെ സൈഡിൽ കൂടെ ഉണ്ടാക്കാമെന്ന് നീ കരുതിയോടി? അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ? എന്നു മുതലടി നീ അവനെ വിളിക്കാനും പറയാനും തുടങ്ങിയത്? ഓ, ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒക്കെ അവനറിയാലോ. ഞാനില്ലാത്ത സമയം നോക്കി വിളിക്കാനായിരിക്കും. അവൻ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ആണെങ്കിൽ തനിക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞാൻ ചേട്ടനെ വിളിക്കും, സംസാരിക്കും. അത് ചോദിക്കാൻ താൻ എൻ്റെ ആരാ? ദക്ഷി, വിളിക്കരുത്. എനിക്ക് നിങ്ങളങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുക. എന്താടി, ഞാൻ ദക്ഷി എന്ന് വിളിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുള്ളൂ? അവൻ ദച്ചു എന്ന് വിളിക്കുമ്പോൾ നിനക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി പിടിച്ച് അവളെ അവനോട് ചേർത്തു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൻ കൈകൾ കൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു. അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ വയറിൽ മുറുകി. അവൻ്റെ ദേഷ്യം മുഴുവൻ അവളുടെ വയറിൽ അവൻ തീർക്കുന്നതായി അവൾക്ക് തോന്നി. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി. കണ്ണുകൾ മുറുക്കിയടച്ച് കുനിഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും മുറുകി. അവൾ വേദന കൊണ്ട് ഒന്ന് വിളിച്ചു. ഒന്നുകൂടി അവളെ നോക്കിയിട്ട് അവളെ തള്ളി അവൻ കട്ടിലേക്കിട്ടു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. സ്റ്റാൻഡിൽ കിടന്നൊരു ടവലും മുണ്ടും എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ ബാത്റൂമിലേക്ക് കയറി. അവൻ കയറി ഡോറ് ലോക്ക് ചെയ്തതും അതുവരെ പിടിച്ചു നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. പതിയെ ഇട്ടിരുന്ന ബെന്നിൻ കുറച്ച് പൊക്കി നോക്കി. ചുവന്ന് തടിച്ചു കിടക്കുന്ന അവളുടെ ഇടുപ്പിലേക്ക് അവൾ നോക്കി. അവൻ്റെ ദേഷ്യം മുഴുവൻ അവിടെ തീർത്തതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അവൻ ശരീരം കൊണ്ട് നൽകിയ വേദനയേക്കാൾ അവളെ വേദനിപ്പിച്ചത് അവൻ്റെ വാക്കുകളായിരുന്നു. അത് ഓർക്കും തോറും അവൾക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. അവൾ കട്ടിലിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവളുടെ താലിയിൽ മുറുക്കി പിടിച്ചു. ഞാൻ ഈ താലിയെ സ്നേഹിക്കുന്നുണ്ടോയെന്നറിയില്ല, പക്ഷേ ഇത് കഴുത്തിൽ വീണ നാൾ മുതൽ ഇതിനെ കളങ്കപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ താലിയെ മറന്ന് ഒരിക്കലും മറ്റൊരു പുരുഷനെക്കുറിച്ചും ചിന്തിച്ചിട്ട് കൂടിയില്ല. അവൾ ഓരോന്നും ഓർത്ത് കരഞ്ഞു. ബാത്റൂമിലേക്ക് കയറിയ രുദ്രൻ്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. വാഷ് ബേസിനിൽ കൈ ഊന്നി അവൻ നിന്നു.
അവൻ്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു നിന്നപ്പോൾ പെട്ടെന്ന് സമനില തെറ്റുന്നത് പോലെ തോന്നി. അതോ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്? അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെ അങ്ങനെയല്ല അങ്കിള് വളർത്തിയത്. എന്നെ വെറുപ്പാണെന്ന് അവളുടെ നാവിൽ നിന്നും കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യവും വിഷമവും വന്നു. ദേഷ്യം വന്നപ്പോൾ അവനെ കൂട്ടി ചേർത്ത് പറഞ്ഞു പോയതാ. ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തപ്പോൾ അവൾ എന്നെ തള്ളി മാറ്റാൻ നോക്കി. അപ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യം വന്നു. അതുകൊണ്ട് അവളുടെ ഇടുപ്പിൽ വേദനിപ്പിച്ച് തന്നെ പിടിച്ചത്. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പൈപ്പ് തുറന്ന് വെള്ളം എടുത്ത് മുഖത്തേക്ക് ശക്തിയായി ഒഴിച്ചു. അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴും അവൾ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയായിരുന്നു. എപ്പോഴും തന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന, ഭാഷയ്ക്കാണെങ്കിലും എൻ്റെ മുൻപിൽ കരയാതെ പിടിച്ചു നിൽക്കുന്ന അവൾ ഇന്ന് കരഞ്ഞു കലങ്ങിയ മുഖമായിട്ടിരിക്കുന്നത് കണ്ടതും അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കാൻ അവന് തോന്നി. ഇനിയും നിന്നാൽ ചിലപ്പോൾ മനസ്സിലുള്ളതൊക്കെയും പുറത്തു വരുമെന്ന് തോന്നിയ അവൻ ഒരു ഷർട്ടും എടുത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് നടന്നു. അവൾ അപ്പോഴും അവളുടെ താലിയിൽ മുറുക്കി പിടിച്ചിരുന്നു. ദച്ചുവിൻ്റെ അടുത്തു നിന്നും രുദ്രൻ നേരെ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു. ഒരു സിഗരറ്റ് എടുത്ത് അവൻ്റെ ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ചു. അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതിനനുസരിച്ച് അവൻ്റെ കൈകൾ റെയിലിങ്ങിൽ മുറുകി. കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ നിന്ന് കാശി കാണുന്നത് സിഗരറ്റുമായി നിൽക്കുന്ന രുദ്രനെയാണ്. എന്തെങ്കിലും വിഷമോ ദേഷ്യമൊക്കെ വരുമ്പോൾ മാത്രമേ അവനത് ഉപയോഗിക്കാറുള്ളൂ എന്ന് അവനറിയാമായിരുന്നു. അവൻ രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു. തോളിൽ എന്തോ കരസ്പർശം എത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയ അവനെ കണ്ട് കാശിക്ക് ഒരു നിമിഷം പേടി തോന്നി. എന്താടാ, എന്തു പറ്റി? കാശി ആവലാതിയോട് ചോദിച്ചു. രുദ്രൻ നടന്നതെല്ലാം കാശിയോട് പറഞ്ഞു. നീ വീണ്ടും അവളോട് വഴക്കുണ്ടാക്കുവാണോ രുദ്ര? കാശി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ അനാവശ്യം പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കണോ, അതോ പിടിച്ച് ഉമ്മ വെക്കണോ? രുദ്രനും അതേ ദേഷ്യത്തോടെ തന്നെ കാശിയോട് തിരികെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് നീ എത്രാമത്തെ തവണയാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രുദ്ര? അവൾ എന്തെങ്കിലും പറഞ്ഞാലും നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? അവൾ ആ പ്രായത്തിൻ്റെ എടുത്തിയാട്ടം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നതാ. നീ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം, അല്ലാതെ അവളെ നീയും കൂടി ദേഷ്യം പിടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അവളുടെ സ്ഥാനത്ത് ലച്ചു ആയിരുന്നു ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുന്നത്? രുദ്രൻ സിഗരറ്റ് കളഞ്ഞിട്ട് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. എങ്കിൽ അവൾ വിവരം അറിയും. ആ, അത്രേ ഉള്ളൂ. ആ വിവരം തന്നെയാണ് ഞാൻ അവളെ അറിയിച്ചു കൊടുത്തത്. എനിക്ക് ദേഷ്യം വരാൻ കാരണമുണ്ട് രുദ്ര. കാരണം ഞാനവളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നീയോ? നിനക്ക് അവളോട് എന്താ ഉള്ളത്? രുദ്രൻ്റെ മനസ്സറിയാൻ കാശി ചോദിച്ചു. അതിന് രുദ്രൻ ഒന്നും മിണ്ടിയില്ല. പറ രുദ്ര, അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്കെന്തിനാ ദേഷ്യം വരുന്നത്? കാശി വീണ്ടും ചോദിച്ചു. എനിക്കവളെ ഇഷ്ടമായതുകൊണ്ട്, വർഷങ്ങളായി അവളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട്, അവൾ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണായതുകൊണ്ട്. രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞതും കാശി ചിരിച്ചു.